രണ്ട് ദിവസങ്ങളിലായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ പറ്റി വളരെ മോശമായിട്ട് നമ്മുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ വളരെ പിന്നിലാണെന്നും 4 കോടിയിലധികം ഫിൽ ഓവർ ആക്കിയെന്നൊക്കെ പറഞ്ഞൊരു അടിസ്ഥാനരഹിതമായൊരു വാർത്ത പ്രചരിക്കുന്നത് കണ്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്തിനകത്ത് മെയിൻ്റനൻസ് ഗ്രാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാസം താമസം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ കൂട്ടി നമ്മുടെ മിനിസ്റ്റർ രാജേഷ് മിനിസ്റ്റർ പോയി കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് 10% കുറച്ച് നിങ്ങളെ ഫണ്ട് അവിടെ എത്തി ഞങ്ങൾക്ക് അനുവദിച്ചു തരും എന്ന് പറഞ്ഞു. ഞങ്ങളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോന്നു. 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ തിരിച്ചു വീണ്ടും ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ 20% വെട്ടിക്കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് അനുവദിച്ചത്. അത് കിട്ടാനുള്ള കാലതാമസം വരികയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് വർക്കിൻ്റെ ഭാഗമായിട്ട് എയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട വർക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്തു. അദ്ദേഹം ഞങ്ങളെ അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്യുകയും മാത്രമല്ല വാട്ടർ അതോറിറ്റിയുടെ പേപ്പർ കിട്ടിയാൽ മാത്രമേ വർക്ക് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. അതൊക്കെ മായി വർക്ക് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇലക്ഷൻ്റെ പ്രഖ്യാപനം വന്നു. അതോടുകൂടി വീണ്ടും പ്രശ്നത്തിലേക്ക് പോയി. ഓരോരോ ഫണ്ടിന് വ്യക്തമായ കണക്ക് നമ്മുടെ ചെയർമാൻ വ്യക്തമാക്കി തരും. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ കണക്കുണ്ട്. സംബന്ധിച്ചിടത്തോളം ഏതാനും ദിവസങ്ങളായിട്ട് ഒരു സത്യമൂലം അല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും സത്യം എന്താണെന്ന് അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പടച്ചുവിടുന്ന ചില ഒരു റിപ്പോർട്ടുകൾ മാത്രമായിട്ട് കാണാനിട വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ വന്ന ഒരു ടാർഗറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ന്യൂസുകൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ 3.5 വർഷത്തിനിടയിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി ഫണ്ടുകൾ വിനിയോഗിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ആവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ അടിക്കടി ഈ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് വരുന്ന സർക്കുലറുകളും മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൻ്റെ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനം മന്ദഗതിയിൽ പോകുന്നത് എന്നുകൂടി ഒരു സത്യാവസ്ഥ ഉണ്ട്. അത് ജനങ്ങളെയും മുന്നണി പ്രവർത്തകരെയും എല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാദ്യം ഉന്നയിച്ച ഒരു കാര്യം 4,15,69,308 ഈ ഒരു സംഖ്യയാണ് ഇപ്പോൾ എല്ലാ മീഡിയകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്പിൽ ഓവർ എന്ന ഒരു സംഖ്യ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ ഇല്ല. അതാണ് ആദ്യത്തെ സത്യാവസ്ഥ. അപ്പോൾ തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പിൽ ഓവർ എന്ന ഒരു സംഖ്യ അതല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഫണ്ട് മാറിയിട്ട് ഏകദേശം മാർച്ചിന് മുന്നേ സമർപ്പിച്ച ഒരു ബില്ലുകളും മാറാൻ പറ്റിയിട്ടില്ല. അതായത് ഏകദേശം 63,93,720 രൂപ അത്രയും ബില്ലുകൾ ട്രഷറിയിൽ കിടക്കുന്നുണ്ട്. ആ ട്രഷറി കിടക്കുന്ന ബില്ല് മാർച്ചിന് മുന്നേ സബ്മിറ്റ് ചെയ്ത ബില്ലുകളാണ്. അതെല്ലാം എക്സ്പെൻഡിച്ചർ ആയതാണ്. പക്ഷെ അതൊന്നും നമുക്ക് ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റാത്തതിൻ്റെ കാരണം സർക്കാർ ഫണ്ടില്ലാത്ത ഒരു പോരായ്മ കൊണ്ട് മാത്രമാണ്. അത് ഈ ഒരു തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേരളത്തിലൊട്ടാകെയുള്ള പഞ്ചായത്തുകൾക്ക് ബാധകമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പദ്ധതികൾ വെക്കുമ്പോൾ നമ്മൾ ബഹുവർഷ പ്രോജക്റ്റുകളായിട്ട് വെക്കും. ആ ബഹുവർഷ പ്രോജക്റ്റുകൾ ഒരിക്കലും സ്പിൽ ഓവർ അല്ല. അത് ഏകദേശം 80,27,000 രൂപയോളം ബഹുവർഷ പ്രോജക്റ്റുകളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ CFC ടൈഡ് ബേസിക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഇതുവരെ അനുവദിച്ച് കിട്ടാത്ത ഫണ്ടാണ്. അത് ഏകദേശം 56 ലക്ഷം രൂപയോളം നമുക്ക് ടൈഡ് ഫണ്ട് കിട്ടാനുണ്ട്. രൂപ ഇവർ ഈ പ്രതിപാദിക്കുന്ന സംഖ്യയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിലയിരുത്തുകൾ നടത്തുമ്പോൾ അതിൽ സത്യം എന്താണെന്നും അല്ലെങ്കിൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് എന്താണെന്നും എന്ന് പഠിച്ചിട്ട് വേണം ഈ ഒരു നുണപ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടെന്നും കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂർ ബ്ലോക്കിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന
മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന ഒരു ഫണ്ട്, അതായത് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MG വർക്കുകൾ, റോഡുകൾ റിപ്പയർ ചെയ്യുന്ന വർക്കുകൾ, അതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെക്കാനുള്ളത് മെയിൻ്റനൻസ് ഗ്രാൻഡ് ആയിരിക്കും. കാരണം കേട് വന്ന റോഡുകൾ നന്നാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ മെമ്പർമാരും വന്ന് പ്രോജക്റ്റുകൾ തരുന്നത് അങ്ങനെയുള്ള പ്രോജക്റ്റുകളായിരിക്കും. അതിന് ഏകദേശം 1,38,00,000 രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജിയോ വരികയാണ് ജൂലൈ 4-ന്. ഈ ഒരു മെയിൻ്റനൻസ് ഗ്രാൻഡ് വിഭാഗത്തിൽപ്പെട്ട ഫണ്ടുകളൊന്നും തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എസ്റ്റിമേറ്റ് എടുത്ത് TS ആക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം TS അയക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ എസ്റ്റിമേറ്റ് ആക്കൂല. അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഡറുകളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ ആ ഒരു പ്രതിസന്ധി നിലനിന്നുകൊണ്ട് പോണ സാഹചര്യത്തിൽ തിരൂർ MLA-യും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ പിന്നെ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണുകയും ഞങ്ങൾക്ക് ഈ ഒരു ഓർഡർ പിൻവലിക്കണമെന്നും അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ മന്ദഗതിയിലാണ് പോകുന്നതെന്നും അറിയിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റീഅറേഞ്ച് ചെയ്തുകൊണ്ട് തന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് പിന്നീട് വരുന്നത് 2023 വന്ന ജിയോ പ്രകാരം അവർ തന്നിട്ടുള്ള തുകയിൽ 65 ലക്ഷം വീണ്ടും നമുക്ക് കുറയ്ക്കുകയാണ്. അപ്പോൾ ഈ റീഅറേഞ്ച് തന്നിട്ട് വരുന്നത് നമ്മൾ വെച്ച ഫണ്ടിനേക്കാളും ഒരു 65 ലക്ഷം കുറച്ചിട്ടാണ് നമുക്ക് വീണ്ടും ഫണ്ട് കിട്ടുന്നത്. അപ്പോഴും പഞ്ചായത്ത് ഈ 2 വില്ലേജുകൾ അടങ്ങുന്ന 23 വാർഡുകളിലേക്ക് പോകേണ്ട ഫണ്ട് അത്രയും അപര്യാപ്തമായ രീതിയിൽ സർക്കാർ വീണ്ടും ഞങ്ങളെ വലയത്തിലാക്കിക്കൊണ്ട് ഫണ്ട് കുറച്ചുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഒരു റീഅറേഞ്ച് തരുന്നത്. അത് ഏകദേശം പിന്നെ അതിൻ്റെ DPC അംഗീകാരങ്ങളും മറ്റ് പ്രൊസീജിയേഴ്സും ക്ലിയറൻസ് ഒക്കെ വന്ന് ഒരു 25/11 നമ്മൾ DPCക്ക് അയക്കുന്നത്. അതിനുശേഷം DPC അംഗീകാരങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ കോൺട്രാക്ടർമാരെ അടിയന്തരമായി വിളിക്കുകയും പെട്ടെന്ന് വർക്ക് നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്ന് സ്പീഡാക്കാന്നുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എടുത്ത് ഏകദേശം തീരുമാനമായതാണ്. അതിൻ്റെ ഇടയിൽ കോഡ് ഓഫ് കോണ്ടാക്ട് മറ്റ് പിന്നെ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നീണ്ടു പോകാനുള്ള സാഹചര്യം വന്ന്. അപ്പോൾ ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഫണ്ടിൻ്റെ അപര്യാപ്തമായ ലോസാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വെട്ടിലാക്കുന്ന സർക്കാരിൻ്റെ ഒരു തീരുമാനത്തെ മാത്രമാണ് കുറ്റം പറയേണ്ടത്. അല്ലാതെ ഗ്രാമപഞ്ചായത്തിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ ഇന്ന് 72% സംസ്ഥാന തലത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉള്ളത്. പക്ഷേ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അപ്പോഴും ഒരു പടി മുന്നിലാണ്. 76% ഞങ്ങൾ ഇന്ന് എക്സ്പെൻഡിച്ചറിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാക്കുന്ന പടച്ചുവിടുന്ന ഈ ഒരു റിപ്പോർട്ടിന് തികച്ചും സർക്കാരിനെതിരെയുള്ള ഞങ്ങൾക്കെതിരെയുള്ള ഈ ഒരു നീക്കത്തെ ഈ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് തവണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും മറ്റുമൊക്കെ പിന്നെ സമരമുറകളും എല്ലാം നടത്തിയിട്ടും കേരള സർക്കാർ ഇങ്ങനെ ഒരു പിന്നെ നിയമങ്ങളും ഭേദഗതികളും ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം വലയത്തിലാകുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്പിൽ ഓവർ ഈ ഒരു നിലക്ക് വരാനുള്ള കാരണമെന്നും കൂടി അറിയിക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ്. ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോജനം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണ്ടറിലാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്നത്. പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു നീക്കമില്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ വ്യക്തികളോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളോ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കില്ല. അത് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നീങ്ങുള്ളൂ. ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്നാണ് ചോദിക്കുന്നത്. ട്രഷറിയിൽ വരാത്തൊരു ഫണ്ട്, ഇവിടെ ചെലവഴിക്കാൻ പറ്റാത്തൊരു ഫണ്ട് ആരുടെ പോക്കറ്റിലേക്ക് എങ്ങനെ പോകും എന്നാണ്. അത് ഞാൻ കണ്ടത് LDFൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലാണ്, പ്രസ് മീറ്റിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാനത് ഒരു ചാനലിൽ കണ്ടു. പക്ഷെ അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞതാണ്. അല്ല, വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ പറയില്ല. ഒക്കെ പോയി എന്നുള്ള തെളിയിക്കേണ്ട ബാധ്യത അവർക്കല്ലേ. ട്രഷറിയിൽ സർക്കാർ പിന്നെ ഫണ്ട് തരാതെ ഗ്രാമപഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ജനപ്രതിനിധികൾ കലക്ടറേറ്റിന് മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഇവിടുത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സർക്കാർ തരാത്തൊരു ഫണ്ട് ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്ന് ചോദിച്ച് ഒരു പിന്നെ സമരാഭ്യാസം നടത്താൻ വന്നാൽ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആരോപണം ഉന്നയിച്ചവർ അവർ തെളിയിക്കട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ്. അത് തെളിയിക്കാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കുക. കാരണം നല്ല നിലയിൽ പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇതൊരു. പിന്നെ
വികസന ചെയർമാനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടത്. കാരണം അത് ശരിക്കും അവരുടെ അജണ്ട എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. 8-ാം തീയതി അവർ പഞ്ചായത്തേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായ തെളിവോട് കൂടിയാണ് നമ്മൾ പറയുന്നത്. കാരണം പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് വൈകിയതിൻ്റെ പേരിൽ ഞങ്ങൾ തിരുവനന്തപുരം പോയി എം എൽ എ മുഖേന തിരുവനന്തപുരം പോയിട്ട് ഞങ്ങൾ മിനിസ്റ്ററേറ്റ് സംസാരിച്ചു. ആ ഫണ്ട് എത്താൻ വൈകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വർക്ക് ഡിലേ ആയിട്ടുണ്ട്. സംഭവം വെച്ചാൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇലക്ഷൻ്റെ പ്രഖ്യാപനം വന്നു. അത് കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു. പിന്നെ എക്സിയുടെ നമ്മുടെ ബ്ലോക്കിലെ എക്സിക്ക് ഒരു പ്രത്യേക നമ്മളിതെല്ലാം കേട്ടിട്ടില്ല, ഡബിൾ ബാർ. അത് ഇവിടെ കോൺട്രാക്ടർമാരോട് ചോദിച്ചു, ഇവിടെ എവിടെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ കോൺട്രാക്ടർമാരോട് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മുൻകാലത്ത് ചെയ്ത പൈസ തന്നെ കിട്ടാണ്ട്, അപ്പോൾ ഞങ്ങൾ എങ്ങനെ അത് വർക്ക് എടുക്കാന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. പ്രസിഡന്റിനൊപ്പം ഭരണസമിതിയും എല്ലാ അംഗങ്ങളും 100% നിൽക്കും, ഉറപ്പായിട്ടും, സംശയമില്ല. ഇപ്പോൾ ഇവിടെ വൈസ് പ്രസിഡന്റും അതുപോലെ പോലെ നമുക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ട് നേരത്തെ അലോക്കേഷൻ വരികയും പിന്നീട് അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഓർഡർ ഇറങ്ങി. ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ TS ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും പ്രവർത്തികളും നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ വന്നത്. അത് തിരിച്ചതിനൊരു ഓർഡർ വരാത്തത് കൊണ്ട് വൈകി പോകുമ്പോഴാണ് ബഹുമാന്യനായ MLA കൂട്ടി ഞാനും വൈസ് പ്രസിഡന്റും കൂടി തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ടതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ വൈസ് പ്രസിഡന്റ് വിശദീകരിച്ച കാര്യം. പക്ഷെ എന്നിട്ടും വീണ്ടും ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ് നമുക്കത് റീഅറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇറങ്ങിയത്. ആ ഓർഡർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് 60 ലക്ഷത്തിന് മുകളിൽ പൈസ കുറച്ചുകൊണ്ടാണ് ഓർഡർ വന്നിട്ടുള്ളത്. ആ ഓർഡർ വന്നപ്പോൾ നമ്മൾ നേരത്തെ ഏറ്റെടുത്ത പദ്ധതികളായി മെയിൻ്റനൻസ് ഗ്രാൻഡിൽ നേരത്തെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ വിവിധ വാർഡുകൾ 23 വാർഡ് അടങ്ങുന്ന വലിയൊരു പഞ്ചായത്താണ്. അപ്പോൾ ആ പഞ്ചായത്തിലെ 23 വാർഡുകളിലും ഏറ്റെടുത്ത പദ്ധതികൾ നമ്മൾക്ക് എന്തായാലും റിവൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഭരണസമിതിയിലായി ചർച്ച ചെയ്തപ്പോൾ എല്ലാ മെമ്പർമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പദ്ധതികൾ ഒഴിവാക്കരുത്. അങ്ങനെ ആ പ്രതിസന്ധി മറികടക്കാനാണ് നമ്മൾ ബഹുവർഷ പദ്ധതികളായിട്ട് കഴിഞ്ഞു പോയ സാമ്പത്തിക വർഷത്തിലും ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലും കൂടി ആയിട്ടാണ് നമ്മൾ പദ്ധതികൾ ഏറ്റെടുത്തുള്ളത്. അതിനാണ് 80 ലക്ഷം രൂപ ഇവർ പറയുന്ന ഈ 4 കോടിയിലുള്ളത്. അതുപോലെ 60 ലക്ഷം രൂപ ട്രഷറിയിൽ ബില്ല് ക്യൂ ബില്ലായി കിടക്കുകയാണ്. 56 ലക്ഷം രൂപ നമുക്ക് ട്രഷറിക്ക് ബില്ല് കൊടുക്കാനേ പറ്റണില്ല. കാരണം അവിടെ ഫണ്ടില്ല, സർക്കാർ പിൻവലിച്ചിട്ടുണ്ട് ഫണ്ട്. ഇങ്ങനെയുള്ള ഈ ഗ്രാമപഞ്ചായത്തുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഗവൺമെൻറ് ഇറക്കിയ വിവിധ ഓർഡറുകൾ, ഇതാദ്യം ചീഫ് എഞ്ചിനീയർ വർക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഓർഡറാണ്. ഇത് രണ്ടാമത് ഇത് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഓർഡറാണ്. പിന്നെ TS അയച്ചപ്പോൾ ബ്ലോക്കിലേക്ക് TS അയച്ചപ്പോൾ ഉണ്ടായൊരു സംഭവം ഇതിന് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പുതുതായിട്ട് AXയുടെ ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വാട്ടർ അതോറിറ്റിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ TS തരുള്ളൂ എന്നായാൽ വാശി പിടിച്ചതുകൊണ്ട് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇവർ തന്നതാണ്, വാട്ടർ അതോറിറ്റി തന്നതാണ്. ഇത് തന്നെ ഇപ്പോൾ മാർച്ച് മാസം ലാസ്റ്റും 5-ാം മാസത്തിലും. മാർച്ച് മാസം അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ഇത് നേരത്തെ തന്നാലല്ലേ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രതിപക്ഷം മറ്റു രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ ചില ഓൺലൈൻ മീഡിയകളിൽ അതുപോലെ ഓൺലൈൻ ചാനലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ആരോ പടച്ചു വിടുന്ന വാർത്തകൾ, അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ പ്രസിദ്ധീകരിക്കുകയാണ്. ആ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. മുസ്ലിം ലീഗിനുള്ളിലോ അല്ലെങ്കിൽ UDF-നുള്ളിലോ തിരുവനന്തപുരം പഞ്ചായത്തിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രശ്നം UDF-നുള്ളിലുണ്ടെങ്കിൽ ഞങ്ങൾ 4 ആൾ കൂടി ഒരുമിച്ച് ഇവിടെ ഇരിക്കില്ലല്ലോ. അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ അതിൽ പറയാനുള്ളത്, പ്രസിഡന്റിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്പിൽ ഓവറും ഇതൊക്കെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്. അതുമായി യാതൊരു ബന്ധവും പ്രസിഡന്റിൻ്റെ രാജിക്കില്ല എന്നുള്ളത് തീർത്ത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രസിഡന്റ് രാജിവെച്ചിട്ടുള്ളത്. അത് എന്ത് കാരണമാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് പാർട്ടിയാണ്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ പാർട്ടിക്കാരും വിശദീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.